ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് വേണ്ട. ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആധികാരികമായി പറയുന്നു. ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ ഇന്ന് നിലമ്പൂരിലുണ്ടോ? RSSന്റെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം UDF സ്ഥാനാർത്ഥിക്കുണ്ടോ? തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിക്കുണ്ടോ? ഞങ്ങൾ 62 ലക്ഷം വീട്ടിൽ പെൻഷൻ 1600 വെച്ച് കൊടുക്കുന്ന മതം നോക്കിയിട്ടാണ്. 5.5 ലക്ഷം വീട് ലൈഫിൽ 4 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വീട് വെക്കുന്ന മതം നോക്കിയിട്ടാണ്. ഒരു മതോപചനം ഇവിടെ ആർക്കും നടത്താനാവില്ല. അങ്ങനെ പരിശ്രമിക്കുന്ന സംഘടനയാണ് RSS. അങ്ങനെ പരിശ്രമിക്കുന്ന നരേന്ദ്രമോദി രണ്ട് കൂട്ടരുടെയും ഞാൻ പറയട്ടെ പറയാം. ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് വേണ്ട. ഈ രണ്ടു കൂട്ടരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആധികാരികമായി പറയുന്നു. ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ ഇന്ന് നിലമ്പൂരിലുണ്ടോ? ഞാനിപ്പോൾ വീണ്ടും പറയുന്നു, RSSന്റെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം UDF സ്ഥാനാർത്ഥിക്കുണ്ടോ? തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിക്കുണ്ടോ? സന്ദീപ് വാര്യർ മനസ്സിനകത്തുനിന്നൊരു സത്യം പുറത്തു വന്നു. എന്താ അദ്ദേഹം പറഞ്ഞൊരു വാചകം? നിലമ്പൂർ MLA ഇന്ന് രാവിലെ പ്രതികരിച്ചു. കാര്യം മനസ്സിലായല്ലോ. എന്താണ് നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സെന്ന് സന്ദീപ് വാര്യർ പറയാതെ പറഞ്ഞു. ഇന്ന് രാവിലെ പ്രതികരിച്ച് M സ്വരാജിനെ കുറിച്ച് നിലമ്പൂർ MLA അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നു. നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയവനായി അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ MLA എന്നൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വൈകുന്നേരം പോയി കേക്ക്. അടുത്തൊരു കാര്യം പറയാം. കമറുദ്ദീന്റെ ചായക്കട നരേന്ദ്രമോദി ആണല്ലോ ചായ അടിക്കാൻ പഠിപ്പിച്ചത്, ചായക്കടക്കാരെയല്ല. അതുകൊണ്ട് കമറുദ്ദീന്റെ ചായക്കടയുടെ കഥ ഇഷ്ടമായി. ഒറ്റ ചോദ്യമുള്ളൂ. ഈ കമറുദ്ദീന്റെ മതക്കാരുടെ ആരാധനാലയം പ്ലാസ്റ്റിക് പടുതയിട്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയുണ്ട്. BJPയുടെ യോഗി ആദിത്യനാഥിന്റെ ഇന്ത്യ. അങ്ങനെ മുസ്ലിമിന്റെ ആരാധനാലയം ഒരു വിഭാഗത്തിന്റെ ഒരു ഘോഷയാത്ര വരുമ്പോൾ പ്ലാസ്റ്റിക് പടുത കൊണ്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയുണ്ട് എങ്കിൽ ആ ഇന്ത്യയിൽ കേരളമില്ല. ആ ഇന്ത്യയിൽ കേരളമില്ലാത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി സർക്കാരും ഉള്ളത് കൊണ്ടാണ്. ഇത് ഞങ്ങൾ പറഞ്ഞാൽ മതപരമായിട്ടുള്ള വിഭജനമാണോ? നിങ്ങൾ നോക്കൂ, രാജസ്ഥാനിൽ പോലീസുകാരൻ 2 മാസം പ്രായമുള്ളൊരു മുസ്ലിം കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു. രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയോ? എന്താ രാഹുൽ ഗാന്ധി പോകാത്തത്? ഇത് പറഞ്ഞാൽ മതപരമായ വിഭജനമാണോ? അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം മാത്രമല്ല പറയണത്. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു. അതായത് പാർലമെന്റിൽ നിന്നും ബൊഫേഴ്സുമായി ബന്ധപ്പെട്ട് MP-മാർ രാജിവെക്കുന്ന ഒരു സംയുക്ത പത്രസമ്മേളനം. അത് കഴിഞ്ഞൊരു ചരിത്രമുണ്ടേ. സന്ദീപ് വാര്യർ അന്ന് BJP, ഇന്ന് കോൺഗ്രസ് ആണല്ലോ. ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ആരായിരുന്നു? ലല്ലു പ്രസാദ് യാദവ്. തുടർന്നൊരു അവിശ്വാസ പ്രമേയം വന്നു VP സിംഗിനെ ഇറക്കാൻ. കോൺഗ്രസ് ആരുടെ കൂടിയാണ് വോട്ട് ചെയ്തത്? അദ്വാനിയെ അറസ്റ്റ് ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കൊപ്പം RSSനൊപ്പം വോട്ട് ചെയ്ത ചരിത്രപരമായ വഞ്ചന നടത്തിയ നേതാവിൻ്റെ പേരാണ് രാജീവ് ഗാന്ധി, കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ബാബറി മസ്ജിദിന്റെ തകർക്കലിന് വേണ്ടി നടത്തിയ രഥയാത്ര തടഞ്ഞ VP സിംഗിന്റെ സർക്കാരിനെ ഇറക്കാൻ RSSന്റെ കൂടെ വോട്ട് ചെയ്തിട്ട് അച്ചാരം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾ മതേതരത്വം. അവിടെ ചരിത്രം പറഞ്ഞാൽ ചൂണ്ടുപോകും കോൺഗ്രസ്, ചരിത്രം പറഞ്ഞാൽ ചൂണ്ടുപോകും BJP. ഞങ്ങൾക്കൊരു തർക്കമുള്ള കാര്യമല്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറയുന്നത് വികസനം ചർച്ച ചെയ്യണം. ഞങ്ങൾ ചർച്ച ചെയ്ത വികസനമാണ്, ഞങ്ങൾ ചർച്ച ചെയ്ത ക്ഷേമമാണ്, ഞങ്ങൾ ചർച്ച ചെയ്തത് മതനിരപേക്ഷതയാണ്. ഈ കേരളത്തെ പോലെ വർഗീയ കലാപമില്ലാത്തൊരു ഇന്ത്യ വേണ്ടേ? വേണമെങ്കിൽ കേരളത്തെ പോലെ ഒരു മാതൃകാ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം. അതാണ് ഞങ്ങളുടെ വാദം. കർണാടകത്തിൽ ഉള്ള അശാന്തി കേരളത്തിൽ ഇല്ല. നമുക്കൊന്ന് താരതമ്യം ചെയ്യാം കർണാടകവുമായിട്ട്, സിദ്ധരാമയ്യായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കേരളത്തിന് നന്മ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ വികസനം, അവിടുത്തെ ക്ഷേമം, മതനിരപേക്ഷത. മതരാഷ്ട്രീയത്തിനെതിരായ വോട്ടാണ് നിലമ്പൂരിലുള്ളത്. അത് വോട്ട് ചെയ്യാൻ ഒരൊറ്റ ചിഹ്നമേ ഉള്ളൂ, അരിവാൾ ചുറ്റിക നക്ഷത്രവും M സ്വരാജും. മതരാഷ്ട്രീയത്തിനെതിരായ വോട്ട് M സ്വരാജിന്. അതാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയം.